പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നിങ്ങളെ ഞാൻ എൻ്റെ വാഴത്തോട്ടം കാണിച്ചു തരാം. അമ്മയും അച്ഛനും പാടി കേട്ടിട്ടുണ്ട് ഒരു പാട്ട്. നല്ല തൈ വാഴ നട്ടു നന്നായി വളമിട്ടാൽ 10 മാസം ചെല്ലുമ്പോൾ നമുക്ക് കുല വെട്ടിയിടാം. സത്യമാണ് കേട്ടോ. ദേ 4ാമത്തെ കുല. 1 2 3 4 5 6 ഇത് നമ്മുടെ നന്ദിനി പശു. ഇത് ഒരു ഔഷധ വാഴയാണ്. ഇതിൻ്റെ കുല കണ്ടോ? ഇച്ചിരി വലിയ കൊലയാണ്, കാണാമോ? ഇതാ ഏഴ് 8 ഇപ്പം വെട്ടാറായി നിൽക്കുകയാണ് ഈ കൊല. പഴം ആവശ്യമുള്ളവർ വന്നാൽ തരാം കേട്ടോ. ഇത് എൻ്റെ പൂച്ചെടികളുടെ കുറച്ച് സ്ഥലം മാറ്റി വെച്ചു. ഇവിടെ കുറച്ച് വഴുതന നട്ടിട്ടുണ്ട്. ഇതെല്ലാം കായുണ്ട്. പിന്നെ ഇതേ ആ ഭാഗത്ത് കുറച്ച് ഏത്തവാഴയുണ്ട്. ഇത്രയും കാണിച്ചില്ലേ? അപ്പോൾ ഒരു ഏത്തവാഴക്കുള്ളിയും കൂടെ കാണിച്ചേക്കാം. എൻ്റെ ഇത് ഒരു പപ്പര കണ്ടോ? ഒടിഞ്ഞു പോയിട്ട് വീണ്ടും കിളിച്ചു വന്ന പപ്പരയാണ്. ചൈനക്കാർ പറയുന്ന കാര്യം ശരിയാണ്. ഒടിഞ്ഞ പപ്പരയിൽ വീണ്ടും കായുണ്ടാവും, നിറയെ കായുണ്ടാവും. പിന്നെ ഇതെൻ്റെ ഒരു കോവലും തോട്ടമാണ്. കോവൽ, ഈ ഭിത്തിക്ക് വളർന്ന കോവലിന് ഞാൻ പന്തലെല്ലാം എടുത്തിട്ടാണ്. പപ്പര. പിന്നെ ഇതൊരു നാരകമാണ്. ഇതെൻ്റെ കണ്ണൻ. ഇത് ഒടിഞ്ഞ പപ്പര പല ശേഖരങ്ങളായിട്ട് കിളിച്ചു വന്നതിന് ഉദാഹരണമാണ്. ഇതെൻ്റെ ഏത്തവാഴ, ഏത്തക്കൊല. ഇതെല്ലാം ഏത്തവാഴകളാണ്. ഇത് പറയാം, ഇത് ഒരു ഇവിടെ 2 വാഴ കുഴിച്ച്. ഇത് ടിഷ്യൂ വാഴ നട്ടത് കിളിച്ചാണ്. ടിഷ്യൂ വാഴയാണ്. ഞാൻ വിചാരിച്ചു കുഞ്ഞൻ വാഴ ഉണ്ടാകത്തില്ലെന്ന്. പക്ഷേ ഇതെല്ലാം കൊലയായി. ഇതൊരു ചെറിയാണ്, ഇതൊരു പ്ലാവാണ്. ഇത് റെഡ് ലേഡി പപ്പര. ഈ നിൽക്കുന്നത് എനിക്ക് റോബസ്റ്റ വാഴയാണെന്ന് തോന്നുന്നു. കൊലയായില്ലാകാൻ പോകുന്നു. കുത്തല വന്നു. ഇതെൻ്റെ കാന്താരി മുളകാണ്. കണ്ടു. ഇത് കരിമ്പ്. ഇന്ന് നമ്മുടെ കുട്ടനാട്ടിൽ നിന്ന് അന്യമായിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളെയാണ് ഞാൻ കാണിക്കുന്നത്. ഈ തെങ്ങയിൽ പാഷൻ ഫ്രൂട്ട് വളർന്നിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് വാഴക്കുലയാണ് കേട്ടോ. ഇവിടെയുണ്ട്. ഈ കൂടെ ഇതേ മധുരക്കിഴങ്ങുണ്ട്. മധുരക്കിഴങ്ങിൻ്റെ ചെടിയാണ് ഈ കാണുന്നത്. ഇതൊരു ചുമ്മാ തമാശക്കുള്ള വീഡിയോയാണ്. ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. ദേ എൻ്റെ റെഡ് ലേഡി പപ്പരയിലെ പപ്പരയ്ക്ക കണ്ടോ? ഇത് ദേ ഒരു റോബസ്റ്റ വാഴയാണ്. ടിഷ്യൂ വാഴ ഇതുണ്ടായ റോബസ്റ്റ കുല. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇതൊരു പുതിയ പ്ലാവാണ്. ഇത്രയും കാണിച്ചില്ലേ നിങ്ങളെ എൻ്റെ വിയറ്റ്നാം എയർലിയിൽ ചക്കയും കാണിച്ചേക്കാം. ഇതെൻ്റെ മക്കായി ഇട്ട് അല്ലെങ്കിൽ ചോളം വെച്ചിട്ട് കുടം വന്നിരിക്കുന്നു. ഇതെൻ്റെ
വിയറ്റ്നാം അരളി പ്ലാവ്. ഇതേലെ ഒരെണ്ണത്തേലെ ചക്കയാണിത്. എല്ലാവർക്കും അറിയാമല്ലോ ഇരുമ്പമ്പുളി. ഈ സംഗതിയൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ തരാം. ഇരുമ്പമ്പുളി തിന്നേണ്ടവർ വന്നാൽ ഇരുമ്പമ്പുളി തരാം. ഇതൊരു വിയറ്റ്നാം അരളി പ്ലാവാണ്. ഇതിലും ചക്കയുണ്ട്. ഇത്തവണ ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. ഈ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും മാങ്ങ വേണമെങ്കിൽ വന്നാൽ തരാം. ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. ഈ പ്ലാവിലൊക്കെ പപ്പരയ്ക്ക കിടപ്പുണ്ട്. ഇത് തന്നെ വിയറ്റ്നാം അരളിയിലെ ചക്ക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.